ചരിത്രപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ 17 മുതൽ 26 വരെ. ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിൽ ഒന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തുക്കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന 2 പ്രദക്ഷിണങ്ങൾ 9-ാം ദിവസമായ 25-ാം തീയതി ശനിയാഴ്ച രാത്രി 8 മണിക്ക് പള്ളി ചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും 10-ാം ദിവസമായ 26-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 മുല്ലപ്പൂ രഥത്തിൽ അലങ്കരിച്ച മാതാവിന്റെ ചരിത്രപ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തിനിർഭരമായ പ്രത്യേക വഴിപാട് 10,000ങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം. പ്രാർത്ഥനകളിലെന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായി എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് ജപമാല തിരുനാളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ദീപാവലി മഹോത്സവത്തോടനുബന്ധിച്ച് മൈതാനം കൂട്ടുകാരുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചു. നന്ദ്യാട്ടുകുന്നം ഫ്രണ്ട്സ് കാളിക്കുളങ്ങരയുടെ നേതൃത്വത്തിൽ ദീപാവലിയോടനുബന്ധിച്ച് മൈതാനം കൂട്ടുകാർ സംഘടിപ്പിച്ച പരമ്പരാഗത രീതിയിലെ കൈകൊട്ടിക്കളി ഏറെ ശ്രദ്ധേയമായി. പാടി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയാണ് ശ്രദ്ധേയമായത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ചിരുതപ്പെണ്ണ മൈതാനം ശ്രീനാരായണ ഗുരുമണ്ഡപത്തിന് സമീപമാണ് പരിപാടി സംഘടിപ്പിച്ചത്. രക്ഷാധികാരി സുധീരൻ, കോർഡിനേറ്റർ ശശീന്ദ്രൻ, സുമോദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചിരുതപ്പെണ്ണ മൈതാനം ഒരു കാലത്ത് ഓണക്കളിയുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്നൊരു സ്ഥലമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഓണക്കളി ഓണം ആവുന്നതിന് മുൻപ് തന്നെ ഇവിടെ 1 മാസത്തിന് മുന്നേ ഓണക്കളിയുടെ ആരംഭം കുറിക്കുന്നതാണ്. അങ്ങനെ വലിയൊരു മുന്നേറ്റം ഈ ഓണക്കളിയുടെ ഇവിടെ നടന്നിട്ടുള്ളതാണ്. പെട്ടിക്കട വരെ രാത്രികളിൽ കട്ടൻ ചായ വരെ കൊടുത്തുകൊണ്ടുള്ള കട്ടൻ ചായ വരെ വിൽപ്പന നടത്തിയ ഒരു പ്രദേശമാണ് ഓണക്കളിയുടെ ഈ മൈതാനം. ഈ പരിപാടി ഇന്നിവിടെ ആവിഷ്കരിക്കേണ്ടായ സാഹചര്യം മൺമറഞ്ഞുപോയ ഒട്ടനവധി ഞങ്ങളുടെ ഓണക്കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി ആളുകൾ മൺമറഞ്ഞുപോയി. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയും ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ ഒന്നിച്ച് അണിനിരന്നുകൊണ്ടാണ് ഇത് ഈ വർഷം ഇങ്ങനെ തുടരാനുണ്ടായ കാരണം. തുടർന്നും ഇത് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ് ഈ സംഘാടക. ന്യൂസ് ബ്യൂറോ, പറവൂർ.